ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിക്കൻ മപ്പാസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക്, വലിയ ജീരകം, പട്ട, കറാമ്പ്, ഏലക്ക, പിന്നെ ഒരു വേലീഫും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അത് നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇടാം. ഞാൻ 2 സവാള അങ്ങോട്ട് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. നല്ല വഴണ്ട് വരണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റിനും കാട്ടി ടേസ്റ്റ് ഉണ്ടാവും ചതച്ചാൽ, അതുകൊണ്ടാണ് ഞാനത് ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം ഞങ്ങൾക്ക് 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കഴിവിടാതെ കുറച്ച് നേരം വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഡ്രൈ ആയി നല്ല സ്മെല്ല് വരുന്നത് വരെ നല്ലോണം വഴറ്റാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വഴറ്റിയാൽ. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. അതിനെ ഞങ്ങൾക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല ഒടിഞ്ഞു പോകുന്ന രൂപത്തിലൊന്നും ചെയ്യേണ്ട. ഒരു 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് ചിക്കനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ അതിൽ പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് യോജിച്ച് വന്നാൽ ഒരു 2 മിനിറ്റ് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അടിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ 2 പാലാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ അടിച്ച് വെക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ കിടന്നിട്ട് നല്ലോണം അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ആദ്യത്തെ തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പാലെടുത്തിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പാൽ ഒഴിച്ചതിന് ശേഷം കുറേ നേരം ഒന്നും പതിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 തിള വന്നാൽ ഓഫ് ആക്കാം. പിന്നെ കറിക്ക് വെറുവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല മൂത്ത് വരുമ്പോൾ 2 പച്ചമുളക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കറിയിലേക്ക് എടുത്തിട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ച് വെക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ല സൂപ്പർ മപ്പാസായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.